വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയം വൈദികർക്ക് എന്നും സഹായവും സംരക്ഷകയുമാണ്. പ്രശസ്ത വചനപ്രഘോഷകനും ധ്യാനഗുരുവുമായ ഫാദർ അലോഷ്യസ് കുളങ്ങര തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈ മാതൃസ്നേഹം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് ഫാദർ അലോഷ്യസ് കുളങ്ങര. ഞാൻ ഇപ്പോൾ ഈ ദേവാലയത്തിലെ വികാരിയാണ്. മേരിക്കുന്ന് നിർമ്മല ആശുപത്രിക്ക് സമീപം വെളിമാടുകുന്ന് ഹോളി റിഡീമർ ചർച്ചാണ്. ദിവ്യരക്ഷകൻ്റെ നാമത്തിലുള്ള പുതിയ ദേവാലയമാണ്. ഇവിടുത്തെ പാവപ്പെട്ടവരായ ഇടവക മക്കൾക്ക് വേണ്ടി ജോർജ് സെബാസ്റ്റ്യൻ കിഴക്കയിൽ എന്ന സഹോദരൻ പണിതുയർത്തി തന്നതാണ് ഈ മനോഹരമായ ദേവാലയം. അദ്ദേഹം ഇത് പണിതുയർത്തിയത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ഫാദർ കുര്യാക്കോസ് കുടുക്കച്ചിറയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് രൂപതയിൽ വൈദികനായി സേവനം ചെയ്തിരുന്ന ഒരു വലിയ ശ്രേഷ്ഠനായ വൈദികനാണ് ഫാദർ കുര്യാക്കോസ് കുടുക്കച്ചിറ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ച് ഈ ദേവാലയത്തിൽ വെച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ മനോഹരമായ ദേവാലയത്തിൽ വെച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാനതിനെ കാണുകയാണ്. സ്വന്തം അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ മാതൃഭക്തി വളരും തോറും ആഴപ്പെട്ടുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ജീവിതത്തിൽ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഇദ്ദേഹം പങ്കുവെക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, എൻ്റെ അമ്മ ഞങ്ങളുടെ കുഞ്ഞു ഗ്രാമത്തിൽ, കൊച്ചിയിൽ കണ്ണമാലി എന്ന സ്ഥലത്തുള്ള കുഞ്ഞു ഗ്രാമത്തിൽ എൻ്റെ അമ്മ ഞങ്ങളെല്ലാ മക്കളെയും പരിശുദ്ധ മറിയത്തിലേക്ക് ഓരോ ദിവസവും പ്രതിഷ്ഠിക്കുന്ന കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പച്ചൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അറിയാം, വളരെ തുച്ഛമായ വരുമാനമാണ് വീട്ടിലുള്ളത്. ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയൊരു രൂപമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും ഒരു രൂപമുണ്ട്. അപ്പോഴിങ്ങനെ വീട്ടിലൊത്തിരി വിഷമതകളുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളെ എല്ലാ മക്കളെയും അമ്മ ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിന്നിട്ട് അമ്മ പാടുന്ന ഒരു പാട്ട് ഒരുപക്ഷെ ലോകത്ത് മറ്റാരും പാടിയിട്ടുണ്ടാവില്ല. ആ ഒരു പാട്ടാണ് പരിശുദ്ധ അമ്മയുടെ ഭക്തി ഞങ്ങൾ ജനിപ്പിച്ചത്. അതിങ്ങനെയാണ്: പച്ച നിറത്തിലെ നക്ഷത്രപ്പൊട്ടുള്ള കൊച്ചുടുപ്പൊന്നു നീ തന്നിടാമോ, മെച്ചമല്ലെങ്കിലും മോടിയില്ലെങ്കിലും തയ്ച്ചുടുക്കാമമ്മേ തൈമരിയെ. ഇപ്പം എന്ത് സങ്കടങ്ങൾ, ഇപ്പോൾ ദാരിദ്ര്യമാണെങ്കിലും എന്ത് വിഷമതകളാണെങ്കിലും ഇപ്പോൾ രോഗങ്ങളാണെങ്കിലും രാത്രിയിലൊന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. ആ സമയത്ത് അമ്മ ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ മാതാവിൻ്റെ ആ നടയിൽ കൊണ്ടുപോയി ആ വിമല ഹൃദയത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ട് അമ്മ ഇങ്ങനെ ആ പാടുന്നു. അതിൽ ഒരുപാട് വരികൾ പിന്നെയുമുണ്ട്. പക്ഷേ ആ വളരെ നിഷ്കളങ്കമായ വെറും 2ാം ക്ലാസ്സുകാരത്തിയാണ് എൻ്റെ അമ്മ. അപ്പോൾ ആ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. പക്ഷേ മാതാവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഞങ്ങളെ നിർത്തി ഞങ്ങൾക്കത് തന്നിരിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ആ മാതൃസഹായവും, പ്രത്യേകിച്ച് വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ കൊച്ചുടുപ്പൊന്നു നീ തന്നിടാമോ, മെച്ചമല്ലെങ്കിലും മോടിയില്ലെങ്കിലും തയ്ച്ചുടുക്കാമമ്മേ തായ്മരിയെ, ഞങ്ങളുടെ അമ്മയെ സഹായിക്കണം. അപ്പോൾ ആ ഒരു അടിത്തറയിലാണ് എൻ്റെ ആ മരിയ ഭക്തി പടുത്തുയർത്തിയിരിക്കുന്നത്.
പിന്നീട് എൻ്റെ ജീവിതത്തിലൊക്കെ എപ്പോൾ സങ്കടങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്ന് എൻ്റെ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം, അമ്മയുടെ സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് പോലെ തന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തിയും പ്രത്യേകിച്ച് ആ മാതൃസ്നേഹവുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം SSLC, അന്നൊക്കെ SSLC എന്ന് പറയുന്നത് വലിയൊരു കടമ്പ കടക്കുന്നതിൻ്റെ ഒരു SSLC വരുമ്പോൾ തന്നെ കുട്ടികളിൽ ഭയങ്കര ഭയമാണ്. ആ പരീക്ഷ അടുക്കും തോറും ഭയങ്കര അസ്വസ്ഥതയാണ്. പ്രത്യേകിച്ച് എന്നെ ഭയപ്പെടുത്തിയിരുന്നത് എൻ്റെ കണക്ക് പരീക്ഷയാണ്. കണക്കിൻ്റെ കാര്യത്തിൽ വളരെ ഒരു പൊട്ടനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അപ്പം കണക്കിൽ വളരെ പിന്നോക്കമായിരുന്നു. അപ്പം കണക്ക് പരീക്ഷയുടെ തലേ ദിവസം ദൈവമേ ഞാൻ തോറ്റുപോകുമല്ലോ എന്നുള്ള അവസ്ഥയിൽ ഞാനിങ്ങനെ വിഷമിക്കുകയാണ്. അന്ന് രാത്രി ആയപ്പോൾ, കാരണം 12 മണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ച് എന്നിട്ടും എൻ്റെ തലയിലേക്കൊന്നും കയറുന്നില്ല. ഞാൻ നേരെ ചെന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപത്തിൻ്റെ മുൻപിലാണ്. ഞാൻ അമ്മേ, എൻ്റെ കണക്കിന് എനിക്ക് കണക്കൊന്നും അറിയില്ല, എൻ്റെ അമ്മ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മനസ്സിലേക്ക് ഇന്നും വരുന്ന എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ കണ്ണുനീരോടെ മറിയത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ തലയിൽ ഇങ്ങനെ തൊടുന്നതായിട്ടുള്ള ഒരു വലിയ അനുഭവമാണ്. ഓർക്കണം, ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി SSLC എന്ന് പറയുന്ന ആ കടമിൽ, പ്രത്യേകിച്ച് കണക്ക് പരീക്ഷ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12 മണിയുടെ അടുത്തായിട്ടുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്ന് ആ കരങ്ങൾ എൻ്റെ തലയിൽ തൊടുന്നതായിട്ടുള്ള വലിയ അനുഭവമാണ്. അവിടെ നിന്ന് വലിയൊരു ശക്തി, എന്നെ മാതാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ മനസ്സിലിപ്പോഴും നിറഞ്ഞു നിൽക്കുക. എൻ്റെ മകനെ നീ ഭയപ്പെടേണ്ട എന്നുള്ള വലിയൊരു ആശ്വാസ വചനമാണ് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞത്. റിസൾട്ട് വന്നപ്പോൾ കണക്കിൽ ഏറ്റവും പൊട്ടനാണെന്ന് അറിയപ്പെടുന്നത്, അന്ന് 1987 ഞാൻ SSLC, അന്ന് SSC ആണ്, 100-ലാണ് കണക്ക് പരീക്ഷ. അന്ന് വട്ടപൂജ്യം കിട്ടുമെന്ന് കരുതിയിരുന്ന എനിക്ക് 70%, അന്ന് 70% എന്നൊക്കെ പറയുന്നത് വലിയ മാർക്കായിട്ട്, ഇന്ന് കുട്ടികൾക്ക് 100-ൽ 100 കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് 70% നല്ല മാർക്കായിട്ട് കാണുന്ന കാലഘട്ടത്തിൽ എൻ്റെ SSLC പരീക്ഷയിൽ കണക്കിൽ പൊട്ടനായിട്ട് അറിയപ്പെട്ടിരുന്ന എനിക്ക് ആ മാതാവിൻ്റെ ആ സ്പർശനം അനുഭവിച്ചു എന്നതുകൊണ്ട് മാത്രം കണക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 70%-നടുത്ത് മാർക്ക് കിട്ടുകയും കണക്ക് പരീക്ഷ പാസ്സാകുകയും ചെയ്തു. അപ്പം അന്ന് മുതൽ എനിക്ക് ഉറപ്പാണ്, എൻ്റെ സങ്കടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ ചെന്ന് എൻ്റെ അമ്മയെ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ഒരാളെയും പരിശുദ്ധ അമ്മ കൈവിടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അടിത്തറ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവുമാണെന്ന് ഏറ്റുപറയുകയാണ് ഈ വൈദികൻ. പൗരോഹിത്യ ജീവിതത്തിൻ്റെ പ്രവേശനത്തിന് അമ്മ നടത്തിയ ഇടപെടൽ ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇപ്പം ഞാൻ 16 വർഷമായി അച്ഛനായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ മാതൃസഹായവും അമ്മയുടെ സംരക്ഷണവുമാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ അടിത്തറ. യാതൊരുവിധ വിഷമതകളോ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെ എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം എൻ്റെ പൗരോഹിത്യത്തെ ഈ ദൈവം മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പാണ് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അമ്മ എനിക്ക് വേണ്ടി ദൈവത്തിനോട്, എൻ്റെ പൗരോഹിത്യത്തിന്, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കാം. ഇതെൻ്റെ മാത്രം അനുഭവമല്ല, ഞങ്ങളെല്ലാ വൈദികരുടെയും പരിശുദ്ധ അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹം, പരിശുദ്ധ അമ്മയ്ക്ക് വൈദികരോടുള്ള സ്നേഹം. കാരണം പരിശുദ്ധ അമ്മയുടെ ശക്തിയും സാന്നിധ്യവും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയാം. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യമുള്ള
ഒരു പുരോഹിതൻ എന്നും അനുഗ്രഹീതനായ പുരോഹിതനാണ് എന്ന് എനിക്കെൻ്റെ ജീവിതം കൊണ്ട് പറയാൻ സാധിക്കും. കാരണം ഞാനൊരു വൈദികനാകാനായിട്ട് ആഗ്രഹിച്ച ആ ഒരു നിമിഷം മുതൽ, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു രാഷ്ട്രീയക്കാരനാകണം, ഒരു വക്കീലാകണം. അപ്പം അതുകൊണ്ട് കോളേജിൽ ഒരല്പം രാഷ്ട്രീയവും ഇച്ചിരി ഇങ്ങനെ പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അവിടെ വിദ്യാർത്ഥികളും പോലീസുകാരുമായിട്ട് ഒരു ദിവസം വലിയ തല്ലുണ്ടായി. അവിടെ പ്രത്യേകിച്ച് കുട്ടികളുടെ ബസ് ടിക്കറ്റ് 10 പൈസയിൽ നിന്ന് 25 പൈസയായിട്ട് ഗവൺമെൻറ് ഉയർത്തിയതിൻ്റെ ഫലമായിട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ കേരളമൊട്ടാകെ സമരം ചെയ്യുകയാണ്. അങ്ങനെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഞാനന്ന് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ പഠിക്കുക. ഞങ്ങളും അവിടെ സമരം ചെയ്തു. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഞാനാണ്. ഞങ്ങൾ പഠിപ്പ് മുടക്കി സമരം ചെയ്ത് നേരെ ഈ കോളേജിൻ്റെ മുൻപിൽ നാഷണൽ ഹൈവേ ആണ്. ഞങ്ങൾ നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വാഹനങ്ങളെയും തടഞ്ഞ് പിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. ആ ലാത്തി ചാർജിൽ ഏതോ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ആരോ എടുത്തെറിഞ്ഞ കല്ല് അന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കണ്ണിൽ കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെടുകയും ഒരുപാട് പോലീസുകാർ അത്യാസന്ന നിലയിലൊക്കെ അന്ന് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി. അപ്പോൾ ഞാനൊരു ചെറിയ ഒരു മൺതരി എടുത്തു പോലും എറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിന് നേതൃത്വം കൊടുത്തത് കൊണ്ട് എൻ്റെ പേരും പ്രതികളുടെ ലിസ്റ്റിൽ വന്നെന്ന് അറിയാനിട വന്നു. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അന്ന് നേരെ ഓടിയത് എൻ്റെ അമ്മയുടെ ആങ്ങള, അന്ന് കോഴിക്കോട് രൂപതയിൽ, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന കോഴിക്കോട് രൂപതയിലെ ഒരു വൈദികനാണ്, ഇപ്പോഴത്തെ കോഴിക്കോട് രൂപതയിലെ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കൽ. അന്ന് അദ്ദേഹം കണ്ണൂർ പിലാത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാകുലമാതാവിൻ്റെ ദേവാലയത്തിൽ വികാരിയച്ഛനാണ്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ഞാൻ നേരെ ഓടുന്നത് ഈ പിലാത്രയിലെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിലാണ്. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ലോകപ്രശസ്തനായ നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ സമയത്ത് അവിടെ ഒരു പകൽ കൺവെൻഷൻ നടക്കുകയാണ്. ഞാനങ്ങനെ വിഷമിച്ച് ചെന്നപ്പോൾ എൻ്റെ അങ്കിളച്ചൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി വചനം കേൾക്ക്. പക്ഷേ ഇങ്ങനെ എനിക്കിനി പഠിക്കാൻ പറ്റുമോ, എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുമോ? അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നിന്നെ കിട്ടിയാൽ പോലീസുകാരെ അടിച്ച് നിൻ്റെ കൈയും കാലും ഒടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഭയപ്പെട്ട്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, കാരണം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടത് മുതൽ വളരെയധികം വിഷമത്തിൽ ഞാനവിടെ വ്യാകുലമാതാവിൻ്റെ പള്ളിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ആ ഒരു മനസ്സാണ് ഞാനിപ്പോഴും ഓർക്കുക. കാരണം ഭയപ്പെട്ടു പോയ സമയമാണ്. എനിക്ക് അവിടെ ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് വചനം കേൾക്കാനൊന്നും പറ്റിയില്ല. അവിടെ ഇരുന്നിട്ട് എനിക്ക് വചനം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. അപ്പം ഞാൻ ചെയ്തത്, പള്ളിക്കകത്ത് അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ഞാൻ നേരെ ചെന്നത് ആ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ കൂടെ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈകളിൽ വന്ന് ഒരു സഹോദരി വന്ന് തൊടുക. അവരുടെ പേര് ശ്രീദേവി ശ്രീദേവി ചേച്ചി. ഈ ശ്രീദേവി ചേച്ചി എന്നെ പിടിച്ചു മാറ്റി നിർത്തി അവിടെ വ്യാകുലമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ എന്നെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ എന്തിനാ നീ കരയുന്നത്? കാരണം ഞാൻ പൊട്ടി കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു, നോക്ക് ചേച്ചി, ഞാനിങ്ങനെ ഒരു അപകടത്തിൽ പെട്ടിരിക്കുക, അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സാധാരണക്കാരിയായ ഒരു അക്രൈസ്തവ സഹോദരി സുഭാഷിതങ്ങളും സങ്കീർത്തനങ്ങളും ഒന്നും, പഴയ നിയമവും പുതിയ നിയമവും ഒന്നും കൈമുതലില്ലാത്ത ആ അക്രൈസ്തവ സഹോദരി എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വ്യാകുലമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്നോട് പറയുകയാണ്, എൻ്റെ മോനെ, നിൻ്റെ കഴിവുകളെ, നിൻ്റെ ശബ്ദത്തെ നിനക്ക് ഈശോയ്ക്ക് കൊടുക്കാവോ? എങ്കിൽ നിന്നെ ഈശോ ഇതിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ ഈ ചേച്ചി ഉദ്ദേശിച്ചത്, നീയൊരു പുരോഹിതനായിട്ടും മാറാമോ, ഒരു വൈദികനാകാൻ തീരുമാനമെടുക്കാവോ, എങ്കിൽ നിന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ നിന്ന് എടുത്ത തീരുമാനമാണ്. അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഈ അപകടത്തിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്
നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ചേച്ചി പറയുന്നത് പോലെ ഞാനൊരു പുരോഹിതനായിട്ട്, ഒരു വൈദികനായിട്ട് ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് ഞാൻ അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഇന്നൊരു വൈദികനാണെങ്കിൽ അതിന് കാരണങ്ങളിലൊന്ന് അന്ന് എടുത്ത തീരുമാനമാണ്. പിന്നീട് എന്നെ നയിച്ചത് പരിശുദ്ധ അമ്മയാണ്. എൻ്റെ തീരുമാനങ്ങളെ അനുഗ്രഹിച്ചത് പരിശുദ്ധ അമ്മയാണ്. എൻ്റെ പരിശീലന കാലഘട്ടങ്ങളിൽ ഓരോ വൈദികനും എന്ന പോലെ, കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള അല്ലെ ലോകം മുഴുവനുമുള്ള ഏത് വൈദികനോടും ചോദിച്ചാൽ അവരുടെ പൗരോഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് പറയും. ഇതെൻ്റെ അനുഭവമാണ്. പിന്നീട് എൻ്റെ ഫോർമേഷൻ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയായി മാറുകയാണ്. ഞങ്ങളുടെ രൂപാന്തരീകരണ കാലഘട്ടങ്ങളിലെല്ലാം, കാരണം ഞങ്ങളുടെ തീരുമാനങ്ങളിൽ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ പോരായ്മകളിൽ, ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾ അമ്മയുടെ അടുത്ത് അഭയം തേടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യത്തെ തൊട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്ക് ലഭിച്ച എൻ്റെ കുടുംബമഹിമ കൊണ്ടോ എൻ്റെ മഹത്വം കൊണ്ടല്ല. ഞാനിന്ന് വൈദികനായിരിക്കുന്നത്, ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിന്ന് ശക്തിയോടെ വചനം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധ അമ്മയുടെ മാതൃസഹായമാണ്. വൈദികനാകാനായിട്ട് എന്ന് ഞാൻ തീരുമാനമെടുത്തോ ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മയുടെ മാതൃസഹായമാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ രക്ഷ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ബലം. അമ്മേ എന്ന് വിളിച്ച് എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധനമുള്ളപ്പോൾ, നമ്മൾ സങ്കടപ്പെടുന്ന കരഞ്ഞു പോകുന്ന നിമിഷങ്ങളിൽ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് അഭയം തേടുമ്പോൾ, ഞാൻ മാത്രമല്ല, എനിക്കുറപ്പാണ് എല്ലാ പുരോഹിതരും സങ്കടങ്ങൾ വരുമ്പോഴും ഞങ്ങളുടെ അമ്മ പരിശുദ്ധ മറിയമ്മ. ഞങ്ങൾക്ക് പരിശുദ്ധ മറിയത്തിനോട് വ്യക്തിപരമായ ബന്ധമാണ്, ഹൃദയ ബന്ധമാണ്. കാരണം ഞങ്ങളുടെ അമ്മയാണ് പരിശുദ്ധ മറിയം. ആ അമ്മ ഓരോ വൈദികനെയും ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം തന്നെ അതാണ്. പരിശുദ്ധ അമ്മയുടെ മാതൃസഹായവും സംരക്ഷണവും ഞങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ വ്യക്തിപരമായ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നതാണ്. എൻ്റെ രക്ഷകയാണ്, എൻ്റെ സഹായമാണ്, എൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അനുഭവിച്ച ഒട്ടേറെ അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട്. തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ തന്ന ഒരു ഭാഗ്യപ്പെട്ട അനുഭവം അദ്ദേഹം പങ്കുവെക്കുന്നു. ഞാൻ കൊച്ചച്ഛനായിട്ട് വർക്ക് ചെയ്തതിൽ 2 പ്രധാനപ്പെട്ട ദേവാലയങ്ങളുണ്ട്. അതും മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഭക്തിയുടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുക. അതായത് ഒരു ദിവസം ഞാനന്ന് പള്ളിക്കുന്ന് പള്ളിയിൽ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തിലെ സഹവികാരിയായിട്ട് സേവനം ചെയ്യുമ്പോൾ അവിടെ ഒരു എപ്പോഴും ഉള്ള ഒരു സംഭവമാണ്, എല്ലാ വർഷവും പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപാകെ വലിയ കടന്നൽ കൂടുകൂട്ടും. എല്ലാ വർഷവും അത് അങ്ങനെ കൂടുകൂട്ടും. സാധാരണഗതിയിൽ ആരെയും ശല്യപ്പെടുത്താറില്ല. എത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകർ വന്നാലും ആ കടന്നലുകൾ ഒരു രീതിയിലും ശല്യപ്പെടുത്താറില്ല. ആൾക്കാർ ആ മാതാവിൻ്റെ രൂപം തൊട്ടുമുത്തി പോകുമ്പോഴും ഒരു രീതിയിലും ഒരു കുഴപ്പമുണ്ടാക്കാറില്ല. എല്ലാ വർഷവും വന്ന് ഈ കടന്നൽ കൂടുകൂട്ടുന്നത് ഒരു അത്ഭുതമായിട്ട് കാണാറുണ്ട്. ഞാൻ പറയുന്ന ഈ സംഭവം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഞാനിങ്ങനെ പള്ളിയുടെ മുൻപിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവൻ കല്ലെടുത്തിട്ട് ആ കടന്നൽ കൂട്ടിലേക്ക് ഒറ്റയേറാണ്. നമുക്കറിയാം കടന്നൽ കൂട്ടിലേക്ക് കല്ലെറിഞ്ഞാൽ എന്താ സംഭവിക്കുക. ഈ കടന്നലുകൾ എല്ലാം കൂടി ഇങ്ങോട്ട് ഇളകി നേരെ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്.
കുഞ്ഞ് പേടിച്ച്, അവിടെ ഉണ്ടായിരുന്ന ഞാനടക്കമുള്ള എല്ലാവരും പേടിച്ച് മാതാവേ എന്ന് പറഞ്ഞ്, കാരണം ഈ 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ നേരെ ഈ കടന്നലുകൾ ഓടുമ്പോൾ ഈ കുഞ്ഞ് വേഗത്തിൽ ഓടുന്നതാണ് കാണുന്നത്. അവൻ നേരെ ഓടി വേറൊരിടത്തേക്കും പോയില്ല. പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ ഇവനിങ്ങനെ ആ കാലിൻ്റെ വലിയ തിരുസ്വരൂപമാണ്, ഇവൻ നേരെ പോയിട്ട് ആ പരിശുദ്ധ അമ്മയുടെ കാലിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ ഈ ഇളകി വന്ന കടന്നലുകൾ, ഈ കുഞ്ഞിൻ്റെ നേരെ പാഞ്ഞെടുത്ത കടന്നലുകൾ നേരെ ഇങ്ങോട്ട് വന്ന് ഈ തിരുസ്വരൂപത്തിന് മുൻപിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നേരെ അത് ഇരുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുമ്പോൾ ഒരു കടന്നൽ പോലും ഈ കുഞ്ഞിനെ കുത്താതെ അത് ആ ഇരുന്ന സ്ഥലത്തേക്ക്, അതിൻ്റെ കൂട്ടിലേക്ക് കടന്നലുകൾ പോയ ഒരു അനുഭവം. ഈ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, മോനെ നീ എന്താണ് വേറൊരിടത്തേക്ക് ഓടാതെ നേരെ ഈ തിരുസ്വരൂപത്തിൻ്റെ അടുത്തേക്ക് വന്നത്? അപ്പോൾ ആ കുഞ്ഞ് അവൻ്റെ നിഷ്കളങ്കമായ രീതിയിൽ അവൻ പറയുകയാണ്, ഞാൻ ആരുടെ അടുത്തേക്കാണ് പോവുക? നമ്മുടെ അമ്മയുടെ അടുത്തേക്കല്ലാതെ. ആ കുഞ്ഞ് നേരെ വന്ന് എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രൂപത്തെ ഇങ്ങനെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവം എനിക്ക് മറക്കാനാവാത്തതാണ്. അപ്പം നോക്കിക്കേ, ആ നിഷ്കളങ്കമായ വിശ്വാസം, നമ്മുടെ അമ്മയായിട്ട് എപ്പോഴും അമ്മ ഏതാപത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അമ്മ ആഗ്രഹിക്കുന്നത് ആ നിഷ്കളങ്കമായ ഭക്തിയാണ്, നിഷ്കളങ്കമായ തുറവിയാണ്. കാരണം പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടു ചെല്ലുന്നത് ഈശോയുടെ അടുത്തേക്കാണ്. അപ്പോൾ അത് ലാളിത്യത്തോടെ, എളിമയോടെ, നിഷ്കളങ്കതയോടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടുന്ന ഒരാളെയും അമ്മ കൈവിടുകയില്ല എന്നുള്ള വലിയ ബോധ്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഇനി കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു ഏറ്റവും മലബാറിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണല്ലോ വയനാട്ടിലുള്ള ചുണ്ടേൽ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ ദേവാലയം. അവിടെ സഹവികാരിയായിട്ടിരിക്കുമ്പോൾ, അവിടെ അന്ന് വികാരി അച്ഛൻ നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ വീട്ടുപേര് തന്നെയുള്ള ജേക്കബ് കുളങ്ങര അച്ഛനാണ്. അവിടെ ഉള്ള സമയത്താണ് ഫാത്തിമയിൽ നിന്നുള്ള പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവുമായിട്ട് കേരളത്തിലൂടെ ആ ഒരു രൂപം പ്രയാണം ചെയ്യുകയാണ്. ഞങ്ങളോട് അവർ വിളിച്ചു പറഞ്ഞു, ഇതാ ചുണ്ടേപ്പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം അന്ന് രാത്രിയിൽ അവിടെ ഉണ്ടാകും. പെട്ടെന്നാണ് ഞങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അന്ന് ആ ജാഗരണ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അവിടെ ജാഗരണ പ്രാർത്ഥന ഒരുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പം ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതാ ഇങ്ങനെ ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം വരുമ്പോൾ ആളുകളൊക്കെ വരണമെങ്കിൽ നമ്മൾ നോട്ടീസൊക്കെ അടിക്കണ്ടേ, നമ്മൾ കുറച്ച് പരസ്യമൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ ഓർക്കുകയാണ്, അന്ന് വികാരിയച്ഛനായിരുന്ന ജയിക്കോ കുളങ്ങര അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു നോട്ടീസും അടിക്കേണ്ട, നമുക്ക് ഒരു നോട്ടീസും വേണ്ട, വരുന്ന ആൾക്കാർ വന്നോട്ടെ. അങ്ങനെ ഞങ്ങൾ നോട്ടീസ്, അപ്പം എനിക്കൊരല്പം അതൃപ്തി വികാരിയച്ഛനോട് തോന്നി. എടാ നോട്ടീസൊക്കെ അടിക്കാതെ ഇതാരാ അറിയുക, ആൾക്കാരെങ്ങനെ വരിക? ആകെ ചെയ്തത് അവിടെ നിന്നുള്ള വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ നൊവേന ദിവസം വളരെ കാര്യമായിട്ട് വിളിച്ചു പറയുകയുണ്ടായി, ഇതാ ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം രാത്രിയിൽ ഇവിടെ ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം വരാൻ സമയമായപ്പോൾ അവിടെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഒരു നോട്ടീസ് പോലും അടിക്കാഞ്ഞിട്ട് പോലും 10,000 ആ പള്ളി അങ്കണത്തിലേക്ക് ഓടിക്കൂടുകയാണ്. അതുമാത്രമല്ല, രാത്രി മുഴുവൻ 1000 പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ ജാഗരമനുഷ്ഠിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. എനിക്കന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും, കാരണം പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ജാഗരണമാണ് അവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ധ്യാനഗുരുക്കന്മാരെയോ
മറ്റു പ്രാസംഗികരെ ഒന്നും അവിടെ അറേഞ്ച് ചെയ്തിരുന്നില്ല. അപ്പോൾ അവിടെ അന്ന് വികാരി അച്ഛനായിരുന്ന ജേക്കബ് കുളങ്ങര അച്ഛൻ പറഞ്ഞു, അച്ഛൻ തന്നെ പ്രാർത്ഥനകൾക്കും വചനപ്രഘോഷണത്തിനും നേതൃത്വം കൊടുത്താൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് മറക്കാനാവാത്ത എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് അന്ന് രാത്രിയിൽ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ വന്നിട്ട് മാതാവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അന്ന് മാതാവിനെ കുറിച്ചുള്ള എൻ്റെ അറിവുകളെന്ന് പറയുന്നത് അന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ, പരിശുദ്ധ അമ്മ എന്തൊക്കെയാണ് എനിക്ക് പ്രേരണ നൽകിയത്, എൻ്റെ നാവിനെ തൊട്ടത്. എനിക്ക് വേറൊരു കാര്യങ്ങളും പറയാനില്ലായിരുന്നു. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ചെറിയ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തും. എന്നിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവിടെ വന്ന് ജനത്തിനോട് പറയും. അന്നത്തെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തവർ എന്നോട് വന്ന് പറഞ്ഞത് അവർക്കെല്ലാം വലിയ അനുഭവമായിരുന്നു. ഫാത്തിമ മാതാവിൻ്റെ ആ സന്ദർശനത്തിലൂടെ അന്ന് ആ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന ആയിരങ്ങൾക്ക് മാതാവിനോടുള്ള വലിയ ഭക്തിയും സ്നേഹവും അവർക്ക് തോന്നുവാനും മാതാവിൻ്റെ ശക്തി അവരുടെ കുടുംബങ്ങളിൽ അനുഭവപ്പെടുവാനും അന്നത്തെ ആ ജാഗരണ അനുഷ്ഠാനത്തിന് സാധിച്ചുവെന്നതും, അന്ന് പകല് വരെ മാതാവിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള ആ ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത വലിയ അനുഭവമാണ്. പിന്നീട് എൻ്റെ ശുശ്രൂഷകൾക്ക് എനിക്ക് വലിയ അനുഗ്രഹവും എനിക്ക് ശക്തിയുമായിരുന്നത് രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ബന്ധന പ്രാർത്ഥന ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും ഈശോയുടെ നാമത്തിൽ ഇതാ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ രോഗങ്ങൾ വിട്ടുപോകുന്ന അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നുവെങ്കിൽ അതിനൊക്കെ കാരണം ആ ജാഗരണ ദിവസം മാതാവിനോടുള്ള ഭക്തി വളരെ നിഷ്കളങ്കമായ രീതിയിൽ ജനത്തിനോട് പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. അതോർത്ത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒരു യുവ വൈദികനെ ബലപ്പെടുത്തിയതിന്, ശക്തിപ്പെടുത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എപ്പോഴും അമ്മയുടെ മുൻപിൽ തലകുമ്പിട്ട് നിൽക്കുകയാണ്.